ഹായ് ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാ പ്രാവശ്യവും സോറി പറച്ചിൽ തന്നെയാണ് എന്റെ പണി. ബട്ട് ഞാനിപ്പൊ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ബാബസിനെ കൊണ്ടുവന്നാക്കി ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെ ഇനിയും ബോറടിപ്പിക്കണ്ട, എന്തായാലും ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടേക്കാന്ന് കരുതി. പിന്നെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. അതിക്ക് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യന് മാത്രം ഒരു ആൻസർ തരാട്ടോ. ചില ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു, എന്താണ് നിങ്ങളോട് മാത്രം ഓഫീസിലുള്ള ആൾക്കാർക്ക് ഇത്ര ദേഷ്യം ഒരു ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ ഞാൻ അതിന്റെ മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ആദ്യത്തെ മാമ ഓഫീസിൽ കൊണ്ടുവന്ന് വിടുന്ന ടൈമില് ഈ ഓഫീസിൽ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവള് സായിപ്പിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, ഒരു കാരണവശാലും വിടരുത്, ഇവൾക്ക് ഫോണൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്, ഇവളടുത്ത് ഫോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും. അപ്പൊ അതൊക്കെ പിന്നീടാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഞാൻ പിന്നെ ആ കഥ വരണുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്ര മാത്രം ഞാൻ പറയട്ടെ. അങ്ങനെ എന്റെ മാമ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. ഇവരത്ര എന്നെ കുറിച്ച്, നമ്മളെ കുറിച്ച് ഇപ്പൊ വേണ്ടായ്മ എന്ത് വേണേലും നമ്മുടെ ബിഹൈൻഡ്, നമ്മുടെ ബാക്കിൽ പറയാലോ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എന്റെ ഓഫീസിലുള്ള ടീമിന് എന്നോട് അത്രയും ദേഷ്യം, എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തതും പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് പൈസ അടച്ച് എന്നെ വിടാതിരുന്നതൊക്കെ അതുകൊണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി വീണ്ടും എന്റെ ലൈഫ് സ്റ്റോറിയിൽ തുടരാം. അതായത് എന്നെ ബാത്റൂമിലിട്ട് വാതിലടച്ച് അന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത്. പിന്നെ ബാത്റൂമിലിട്ട് വാതിലടച്ച് ഞാനത് ഇവർക്ക് മറ്റേ ഗദ്ദാമ്മമാര് ഒരുപാട് ആൾക്കാരുണ്ട് ഓഫീസിൽ, ലേഡീസ്, ഒരുപാട് വേറെ വേറെ കൺട്രിയിലുള്ള ആൾക്കാരുണ്ട്. ബട്ട് ശ്രീലങ്ക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് എന്നെ തുറക്കാനോ ഒന്നും തരാനൊന്നും പറ്റില്ല. ഞാൻ രാവിലെ അവര് വന്ന് വാല് തുറക്കും, എന്നിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഈ അവസ്ഥ തന്നെ. ഞാൻ ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കും. അതും ഒരു റമദാൻ മാസമാണെന്ന് വിചാരിക്കണം. അത് നമ്മുടെ അറബി നാട്ടില് നമ്മുടെ റമദാൻ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യമാണത്. റമദാൻ മാസമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ അറബി വന്ന് വാതില് തുറന്നു, അന്നേരം ഇടിക്കും. വാതില് തുറന്ന് കൊണ്ടുപോകാൻ നേരത്തും ഒരുപാട് അടിയൊക്കെ തരും. പിന്നെ റൂമിൽ കൊണ്ടുപോകും. റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ പുറത്തിരുത്തില്ല. എന്നെ പുറത്തിരുത്തിയാൽ ഞാൻ പോയി കളയോന്ന് അവർക്കൊരു പേടിയുണ്ട്. ബിക്കോസ് ഞാൻ ഒരു വീട്ടിലേക്ക് പോകുകയോ ഇല്ല. ഞാനിങ്ങനെ എന്നെ കണ്ടാൽ ആൾക്കാർക്ക് അന്നേരം വേണ്ട. ബിക്കോസ് ഓൾമോസ്റ്റ് 2-3 വീക്സ് ഒരു ഫുഡും കഴിക്കണില്ല, അടിയും പിടിയും അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നല്ലോ. അപ്പൊ ഈ അറബിച്ചുകള് ആൾക്കാരെ എടുക്കാൻ വരുമ്പോ ഒരു മനുഷ്യനെ പോലെ കാണുന്ന ഒരാളല്ലേ എടുത്തിട്ട് പോവുള്ളൂ. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് 2-3 ആഴ്ച കൊണ്ട് ഒരു കോലായിരുന്നു. അപ്പൊ ആർക്കും എന്നെ വേണ്ടേം തന്നെ. ആൾക്കാര് വരണ ആൾക്കാര് ആരും എന്നെ വേണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ഇതൊക്കെ കൂടെ വൈരാഗ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ തല്ലണത് കേട്ടോ. അങ്ങനെ ദിവസം രാവിലെ കൊണ്ടുപോകും, രാത്രി 10 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഒരു ഫാമിലി വന്നു. ഒരു ഫാമിലി വന്നിട്ട് അപ്പോഴത്തേക്ക് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോണുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഫാമിലി വന്നു. ഒരു ഫാമിലി വന്നിട്ട് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫാമിലി വന്നിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോയി. അപ്പൊ ഞാൻ അവരോട് കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ വരണില്ല, ഞാൻ വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു രക്ഷയില്ല. അവരെന്നെ ഒരു ട്രക്കിലിട്ടിട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു. ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വലിയ ഗേറ്റ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഗാർബേജ് എടുത്തു വെക്കാൻ വരെ പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു വീട്. അങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. എന്താ ആ വീടൊക്കെ ഓർക്കുമ്പോ പേടിയാണ്. അപ്പൊ ആ വീട്ടിൽ കൊണ്ടുപോയി. അവിടുന്ന് ഓഫീസിൽ നിന്ന് ഇവര് പറഞ്ഞു വിട്ടായിരുന്നു, ഇവളെ സൂക്ഷിക്കണം, ഈ ഓഫീസിന്റെ ആരെങ്കിലും ആണോന്ന് എനിക്ക് സംശയമില്ലായില്ല. കാരണം ഇവർക്ക് ഭയങ്കര പുറത്തു വിടാൻ സമ്മതിക്കില്ല, ഫുഡ് തരില്ല, ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ആ ഓഫീസിൽ നിന്ന് എന്നെ മാറ്റിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു വീട്ടിലെത്തി. അവിടെ ഞാൻ കരഞ്ഞ് ആ സമയത്ത് എന്റെ അടുത്ത് അൽഹംദുലില്ലാ ആ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ
ഈ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡല്ല, ആ അമേരിക്കക്കാരൻ എനിക്ക് റീചാർജ്, എന്റെ ഫോണിൽ റീചാർജ് ചെയ്ത് ഞാൻ ഫൗലൂസിന് മെസ്സേജ് അയക്കും പൈസ തീരുമ്പോ. അങ്ങനെ ഈ പൈസ തീരുമ്പോ മെസ്സേജ് അയക്കും. അപ്പൊ ഈ ജോൺ എന്ന് പറഞ്ഞ ആള് എനിക്ക് ചാർജ് ചെയ്ത് തരും. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്യും, അവരെ കോണ്ടാക്ട് ഉണ്ട്. അവര് പറയുന്നുണ്ട് പൗലോസിനോട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ മെസ്സേജ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, പേടിക്കേണ്ട, എന്തായാലും അവിടുന്ന് രക്ഷപ്പെടുത്തും, പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഇത്രയും പൈസ മുടക്കിയതല്ല, എന്തായാലും കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവര് പാസ്പോർട്ട് ഇതൊക്കെ തന്നാലല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ വീട്ടിൽ കൊണ്ടുവിട്ടു. പിന്നെ 10-15 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ അവിടെ നിന്നു, എന്താ പറയാ, പിന്നെ അവിടുന്ന് പണിയൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. അന്ന് അറബി വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയാണ്, കുറേ പിള്ളേരും ഭയങ്കര പണി, പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല. അവിടുന്ന് 10-15 ദിവസം ആ വീട്ടിൽ നിന്നു. ആ വീട്ടിൽ നിന്നിട്ട് എനിക്ക് വെയ്യാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. കാരണം അപ്പോഴത്തേക്കും ഒരു മാസത്തിലേറെ ആയിട്ട് ഭക്ഷണമില്ല, കുളിയില്ല, നനയില്ല, ഒന്നുമില്ലല്ലോ. അങ്ങനെ എനിക്ക് തീരെ വയ്യാതായപ്പോ ഇവരെന്നെ തിരിച്ച് ആ ഓഫീസിൽ തന്നെ കൊണ്ടുവിട്ടു. കാരണം എന്നെ കൊണ്ടാവില്ല, ഒന്നിന് ശ്രമിച്ചാലും പറ്റില്ല, അതേ സാഹചര്യം ആയിപ്പോയായിരുന്നു. അങ്ങനെ ഓഫീസിൽ കൊണ്ടുവിട്ട് ആ ഓഫീസിൽ തന്നെ കൊണ്ടുവിട്ടപ്പോ ആ ബാബാക്ക് പിന്നെ എന്നോട് ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അടിയും ബാത്റൂമിലിട്ട് അടയ്ക്കണതുമാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. വേറെ ലോകത്ത് നമുക്ക് എന്ത് വേണേലും സഹിക്കാന്ന് പറയും, ഈ ബാത്റൂമിലിട്ട് ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടിട്ട് ഈ മണിക്കൂറുകൾ ഒരു ബാത്റൂമിൽ ഒരു എന്താ പറയാ, നിലത്തിട്ടിരിക്കാൻ ഒരു ടവൽ വരെ ഇല്ല, അങ്ങനത്തെ ഒരു ബാത്റൂമിലിട്ട് പൂട്ടുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ പടച്ചം പുറത്തു കൊടുക്കട്ടെ അവർക്കൊക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ വീണ്ടും അങ്ങോട്ട് തന്നെ വന്നു. ആ ബാത്റൂമിൽ തന്നെ ദിവസങ്ങൾ ഇങ്ങനെ 3-4 ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കി. വീണ്ടും രാവിലെ വന്ന് ബാബ എന്ന് പറഞ്ഞ ഒരു ബാബയല്ല കേട്ടോ, 2-3 ആൾക്കാരുണ്ട്. അവർ വലിയ കമ്പനി ആയതുകൊണ്ട് ഫിലിപ്പീനി ലേഡീസും പിന്നെ കുറെ ബാബമാരുണ്ടാവും. അപ്പൊ അവിടുന്ന് 2-3 ആൾക്കാർ വന്ന് ഞങ്ങൾ ലേഡീസിനെയൊക്കെ ഓഫീസിലേക്ക് കൊണ്ടുപോകും, രാത്രിയിൽ റൂമിലേക്ക് കൊണ്ടുവന്നാക്കും. ഇത് എന്നെ തുടർന്ന് എന്നെ റൂമിൽ എത്തുമ്പോ ഇവർക്ക് ഞാൻ ചാടിപ്പോന്ന് പേടിച്ചിട്ടായിരിക്കും ഇവരെന്നെ ബാത്റൂമിലിട്ടിട്ട് പൂട്ടിയിട്ടിട്ട് പോകുന്നത്. ഇങ്ങനെയായി ഒരു ദിവസം ഇങ്ങനെ ഓഫീസിൽ പോയി ഇരിക്കാട്ടോ. ഞാനിങ്ങനെ കുളിക്കലില്ല, നിസ്കാരമില്ല, ഖുർആാനോത്ത് ഒന്നുമില്ല. പക്ഷെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ട് ദിക്റ് സലാത്തൊക്കെ ഇങ്ങനെ ചൊല്ലി അള്ളഹാനോട് ഇങ്ങനെ പറയും, അള്ളാഹ് എന്നെ രക്ഷിക്കണേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിപ്പം എപ്പോ വേണേലും നമുക്ക് അള്ളാഹിനെ വിളിക്കാലോ. അങ്ങനെ ദുആ ചെയ്ത് അള്ളാഹിന്റെ ദുആ സ്വീകരിച്ചെന്ന് വേണം പറയാനും. എന്നെ ഓഫീസിൽ ചെന്നാല് എന്നെ പുറത്ത് ബെഞ്ചിൽ ഇരുത്തില്ല, എന്നെ അകത്ത് ഇരുത്തുള്ളൂ. അകത്ത് ഓഫീസിന്റെ ഉള്ളിലേ ഇരുത്തുള്ളൂ. ഓഫീസിന്റെ ഉള്ളില് നിലത്ത് വെറുതെ ഇരുത്തും, അവർക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ ഇരുത്തുള്ളൂ. അങ്ങനെ ഒരു അറബിച്ചും വന്നു. അവിടെ ഇങ്ങനെ അറബിച്ചോളം കയറി ഇറങ്ങി ഇങ്ങനെ പോകും ഖദ്ദാമമാരെ എടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് അറബിച്ചും വന്നപ്പോ അവരുടെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചെന്തോ ഐസ്ക്രീം എന്തോ ഫ്ലോറിൽ ഇട്ടപ്പോ ഞാനാണല്ലോ അടുത്തിരിക്കണത്. അടുത്ത് റൂമിൽ അവർക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ, മറ്റേ ഖദ്ദാമേനൊക്കെ കാണണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാന് അവിടെ ഒരു ഓഫീസാണ്, പിന്നെ ഒരു ചെറിയ കിച്ചൺ ഉണ്ട്. കിച്ചൺ പോലത്തെ കിച്ചൺ അല്ല, പക്ഷെ അവർക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വെള്ളമില്ല, വെള്ളം താഴെ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് വേണം. അപ്പൊ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ വെള്ളമൊന്നുമില്ല, എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് ചോദിച്ചു. ഇത് ഒരുപാട് ഇതായിരുന്നു കേട്ടോ, മെസ്സായിരുന്നു. അങ്ങനെ അപ്പൊ അയാള് മറന്നു പോയതുകൊണ്ട് ആ സമയത്ത് പിന്നെ എന്നോട് പറഞ്ഞു അവിടെ ബക്കറ്റ് ഇരിക്കുന്നു, താഴെ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ബക്കറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവർക്ക് ഓർമ്മ വന്നതുകൊണ്ട് അവര് പറഞ്ഞു 2 ലേഡീസിനെയും കൂടെ എന്റെ കൂടെ വിട്ടു, എന്നെ നോക്കാൻ വേണ്ടിട്ട്, വെള്ളം എടുക്കാൻ പോകുമ്പോ എന്നെ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ 2 ശ്രീലങ്ക ലേഡീസിനെ കേട്ടോ. അപ്പൊ ഞാൻ ഈ ശ്രീലങ്കക്കാരോട് പറഞ്ഞു താഴെ ഇറങ്ങി പോണു സ്റ്റെയർ കേസിൽ. അപ്പൊ താഴോട്ട് ഇറങ്ങി പോകുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ വരണുണ്ടോ, നമുക്ക് പോകാം, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ ലേഡീസ് എന്ത് പണിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ 2 കൈയിലും പിടിച്ചു വെച്ചു, വിടില്ല എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അടി കിട്ടുമെന്നും പറഞ്ഞിട്ട് അവര് കാണുന്നുണ്ടല്ലോ എന്നെ ഇങ്ങനെ തല്ലണത്.
അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ പോണില്ല. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയും രക്ഷപ്പെടണല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു പടച്ചവൻ രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തന്നെയാണ് എന്റെ മനസ്സപ്പ പറയുന്നത്. കാരണം അത്രയും അള്ളാനെ അത്രയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത്രയും ദിവസങ്ങൾ കൊണ്ട് ലോകത്തൊരു മനുഷ്യരും അത്രയ്ക്കും അള്ളാനെ വിളിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഒരു കാര്യത്തിന് വേണ്ടി അത്ര വിളിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഞാൻ അള്ളാനെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ റബ്ബന്റെ ദുആ സ്വീകരിച്ച. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു സാഹചര്യമാണ് എനിക്ക് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ളൂ. അപ്പൊ ഈ ലേഡീസ് ശ്രീലങ്കക്കാര് ലേഡീസിനോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ വരില്ല, എങ്ങനെയും പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവര് ജയിലിൽ കൊണ്ടുവിടും. അത് മാത്രമല്ല അടിച്ച് നമ്മളെ ചിലപ്പോ കൊല്ലുകയും ചെയ്യും. നമുക്ക് നമ്മുടെ മക്കളെ വരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വരില്ല. ഇവര് രണ്ടാളും എന്റെ 2 കയ്യിലും പിടിച്ചു വെച്ചു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ, എന്നാ ഞാനും പോണില്ല, എനിക്കും പേടിയാ. എന്തായാലും ഞാൻ ബക്കറ്റ് നിറക്കിട്ട് ബാത്റൂമിൽ നിന്നാട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പൊ ബക്കറ്റ് നിറക്കിട്ട് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ബാത്റൂമിന്റെ പുറത്ത് 2 ആളും നിക്കേട്ടോ. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഞാൻ വെള്ളം ബക്കറ്റ് നിറച്ചിട്ട് ഈ കോണിപ്പടി കൂടെ കയറി പോണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ബക്കറ്റ് നിറച്ച് വെള്ളം അവിടെ എടുത്തു വെച്ചു. അപ്പൊ ഒരു ലേഡി എന്നോട് പറഞ്ഞു ഞാൻ ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി ബാത്റൂമിൽ പോയി. അത് പുള്ളിക്കാരത്തി ഇറങ്ങി വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്കും ബാത്റൂമിൽ പോകണം, എന്നിട്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 2 ആളും ഞാൻ ബാത്റൂമിലേക്ക് കയറി, ഞാൻ ഇറങ്ങി വന്നു. അപ്പൊ വേറൊരു ലേഡീസും കൂടി ബാത്റൂമിലേക്ക് കയറി. അപ്പൊ ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊന്നല്ല, ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒളിച്ച് ചാടണം. എനിക്ക് എങ്ങനെയെങ്കിലും ആ ടൈമിൽ രക്ഷപ്പെട്ടാലേ എനിക്ക് ഇനി ഒരു രക്ഷയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ ഈ മറ്റേ ലേഡിയുടെ ബാത്റൂമിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കൈയൊന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞു. കൈയൊന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ലേഡി എന്റെ കൂടെ വന്നു. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോകൂല, ഉറപ്പായിട്ടും ഞാൻ പോകൂല, നിങ്ങള് പേടിക്കണ്ട, ഞാൻ പോകൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്നെ ഒരു വിശ്വാസമായി. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയച്ചു ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇപ്പൊ ചാടാൻ പറ്റുന്ന അവസരാന്ന് പറഞ്ഞു. പൗലോസിന് മെസ്സേജ് അയച്ചു. അപ്പൊ പൗലോസ് തിരിച്ചപ്പോ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു ഓഫീസിലേക്ക് തിരിച്ചു പോണ്ട, ഓടിക്കോളാൻ പറഞ്ഞു, അവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഒരു ലേഡി ബാത്റൂമിലാണ്, ഒരു ലേഡി അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൈ ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൈ കഴുകുന്ന ബാത്റൂം വേറെ ഗൾഫിലുള്ള രാജ്യക്കാർക്കൊക്കെ അറിയായിരിക്കും അത്. അപ്പൊ കൈ കഴുകട്ടെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി ഒക്കെ പറഞ്ഞു. പുള്ളിക്കാരത്തിക്ക് ഞാൻ പോകുന്നൊരു വിശ്വാസമില്ല. ഇത് പറയലല്ല, ഞാൻ ഒറ്റ ഓട്ടം കൊടുത്തു. ഓടി എന്ന് പറഞ്ഞ എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓടി ഞാൻ ഓടി ഒരു ബിൽഡിങ്ങിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു.